ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംപെക്സിൻ്റെ ഒരു എയർ ഫ്രയറിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ഇതാണ് നമ്മുടെ ഇംപെക്സിൻ്റെ എയർ ഫ്രയർ. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഏകദേശം 2 മാസത്തോളമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. അതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. ഇതാണ് അതിൻ്റെ ഒരു ബോക്സ്. ഈ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുമാണ് ഈ ഇംപെക്സിൻ്റെ എയർ ഫ്രയർ വരുന്നത്. ഇതിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 2 ഇയർ വാറണ്ടി ഉണ്ട്. 1200 വാട്ട്സ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. 4.5 ലിറ്റർ ആണ്. പിന്നെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓയിൽ ഫ്രീ ആണ്, സ്മാർട്ട് എയർ ഫ്രയർ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ്. ബോക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിനകത്ത് വേണ്ട കുക്കിംഗ് ചെയ്യേണ്ട കാര്യങ്ങളുടെ അതിൻ്റെ സമയവും ഡിഗ്രിയും ടെമ്പറേച്ചറും എല്ലാം പ്രീസെറ്റ് ചെയ്ത മെനു ഉണ്ട്. അതും എല്ലാം കാണിച്ചു തരാം. ഇതിനകത്ത് പുറമേ ഒന്നും എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യവും. ഇതാണ് ബ്ലാക്ക് കളർ. നമ്മൾ ബ്ലാക്ക് കളറാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ 6990 രൂപ. അതാണ് എൻ്റെ വില. ശരിക്കും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനകത്ത് ശരിക്കും വരുന്നത് 3600 രൂപ വിലയുള്ളൂ. ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മാക്സിമം വെയിറ്റ് 3.1 kg ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ ബോക്സിനകത്ത്. പിന്നെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡ്. ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ്. വാറണ്ടി കാർഡിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീസെറ്റ് മെനു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അത് നോക്കാം. പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ബോഡി പാർട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓരോ കുക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതും ഇതിനകത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ഓരോന്നും ഉണ്ടാക്കേണ്ട രീതിയാണ്. ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറ്റുന്നത്. ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ വിങ്സ്, ബീഫ് സ്റ്റീക്ക്, അങ്ങനെ ഓരോന്നും ഉണ്ടാക്കേണ്ട അതിൻ്റെ മെനു ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പീനട്ട് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇത്രയേ ഉള്ളൂ. ഇത് നോക്കാം. മിഷ്യത്തിൻ്റെ ബാക്കി വർക്കിംഗ് നോക്കാം. പിന്നെ മിഷ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. മൊത്തത്തിൽ ഇതുപോലെ ബാസ്ക്കറ്റ് ഉണ്ട്, ഇതുപോലെ ഹാൻഡിലുണ്ട്. കൂടാതെ ഇതിനകത്ത് കുക്ക് ചെയ്യുന്ന എന്താണെന്ന് കാണാനായിട്ട് ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പിടിക്കുക, പ്രതി ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരിപ്പോരും. ഇതാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ്. ഇതാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ് വരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതേപോലെ ഗ്ലാസ് ഉണ്ട്. ഇതുവഴി നമുക്ക് നോക്കിയാൽ കാണാം. ഇത് നമ്മൾ 2 മാസമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ ഊരിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഊരിപ്പോരും. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രില്ലാണ്. ഇത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ചിക്കൻ്റെ ഇതൊക്കെ എണ്ണയും കാര്യങ്ങളൊക്കെ താഴത്തോട്ട് വീഴാനായിട്ടാണ്, അല്ലെങ്കിൽ സ്മോക്ക് വരും. അപ്പോൾ ഇത് നേരെ ഇതുപോലെ തന്നെ വെച്ചിട്ട് വേണം ഇതിന് മുകളിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഒരു നെറ്റുണ്ട്. നെറ്റ് ഫാനയിലോട്ടൊന്നും പോയി വീഴാതിരിക്കാനായിട്ട് നെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സേഫാണ്. മറ്റു എയർ ഫ്രയറുകളിലൊന്നും നെറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊരു ഹോട്ട് എയർ പുറത്തോട്ട് പോകാനൊരു വെൻ്റുണ്ട്. മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പുറമേയുള്ള ലുക്ക്. ഇനി നമുക്കിത് ഓണാക്കുന്നതുമായിട്ട് നമുക്കിത് നേരെ ലോക്ക് ചെയ്യാം. ലോക്കായി. പിന്നെ ഇതിന് വരുന്ന ഒരു 3 പിൻ സോക്കറ്റാണ്. ഒരു എർത്ത് കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ വെക്കുക. ഇനി നമുക്കിത് ഓണാക്കുമ്പോൾ ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഓണാക്കാൻ നേരത്ത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ വരും. അതിന് ശേഷം ഇങ്ങനെ ഒരു ഇതിലൊരു പവർ ബട്ടൺ ഉണ്ട്. ഇതിലൊരു ഫുൾ ടച്ചാണിത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഓണായി. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. ഇപ്പോൾ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 15 മിനിറ്റാണ് കിടക്കുന്നത്. സമയമാണിത്, ടെമ്പറേച്ചറാണ്. ഇത് കുറേ പ്രീ കുക്കിംഗ് മെനൂസ് ഉണ്ട്. മെനു സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടോ, ഇവിടെയുണ്ട്. ഇവിടെ ആരോ ഉണ്ട്. ഇത് ഈ സെലക്ഷൻ ടൈം. ഇത് ടൈമിൻ്റെ ആരോയാണ്. ഇത് ടെമ്പറേച്ചറിൻ്റെ ആരോയാണ്. ഇത് കണ്ടോ, ഈ ഒരു ബുക്കിൻ്റെ പടം കണ്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പം ഫ്രഞ്ച് ഫ്രൈസിൻ്റെയാണ് കിടക്കുന്നത്. ഇവിടെ വെക്കാൻ നേരത്തെ കണ്ടോ, ഇപ്പോൾ ഫിഷിൻ്റെ ആയി, കേക്കിൻ്റെ ആയി, ഇപ്പോൾ ഫിഷിൻ്റെ ആയി, അങ്ങനെ പലതും വരും. ഇത് ചിക്കൻ്റെ ആണ്. അങ്ങനെ പലതുമായിട്ടാണ് വരുന്നത്. പിന്നെ ടെമ്പറേച്ചർ മറ്റേ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടൈം കണ്ടോ ഇവിടെ കുറയുന്നതുണ്ടോ, ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ ഇങ്ങനെ കണ്ടോ 65-70 മുതൽ ഇങ്ങനെ കൂടി 200 വരെ വരുന്നതായിരിക്കും. അതിന് ശേഷം നമുക്കിപ്പോൾ അത് നേരെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ഇട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ബസ് ഓണാക്കുക.
ഇങ്ങനെ വന്നില്ലേ. ഇനി ശേഷം ഇവിടെ ഈ പ്ലേ ഉണ്ടോ, ഈ വർക്കം ഞെക്കുക. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഓണായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. കണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ റെഡ് കളർ വരും. കണ്ടോ, നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഇതുവഴി. ഈ ബാസ്ക്കറ്റിനകത്ത് ഇതിനകത്തുള്ള ചിക്കനോ സാധനങ്ങളോ എന്തോ കരിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ റെഡ് കളറാവും. ഏകദേശം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒരു 1-2 മിനിറ്റ്. അതിന് ശേഷം കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ റെഡ് കളർ വരത്തൊന്നുമില്ല. കുറച്ച് നേരം വർക്ക് ചെയ്യും, വീണ്ടും ഇത് ഓഫ് ആവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കരിഞ്ഞു പോകത്തൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മളിതിൽ ഇപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. കേട്ടോ, പോസായി, കട്ടായി. ഇപ്പോൾ ഇതിൻ്റെ ഫാനിൻ്റെ കാര്യങ്ങളെല്ലാം വർക്കായി നിന്നു. ഇപ്പോൾ ഇന്ന് നമ്മളിതിൽ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നൊരു ചിക്കൻ, ഒരു ഫുള്ളായിട്ടൊരു ചിക്കൻ വെക്കും. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ നമ്മളിതിലുണ്ടാക്കിയപ്പോൾ നമ്മുടെ ഈ പോപ്കോൺ ചെറിയ പാക്കറ്റായി കിട്ടുമല്ലേ 10 രൂപയുടെ, അതൊന്നും ഇതിൽ വർക്കാവില്ല. അത് പോപ്കോൺ വരത്തില്ല. വെറുതെ അതിങ്ങനെ കുക്കാകത്തേ ഉള്ളൂ, അല്ലാതെ ഫ്രൈ ആകത്തില്ല. ഞെക്കി പിടിച്ചാൽ ഓഫായിക്കോളും. മുഴുവൻ ടച്ചാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് തുറക്കുമ്പോൾ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നോക്കി, കണ്ടോ കണ്ടോ നല്ല ക്രിസ്പായിട്ടുണ്ട്. വളരെ ഓയിലും തീരെ ഓയിലെന്ന് തന്നെ പറയാം. സ്വല്പം ഓയിൽ, 1 സ്പൂൺ ഓയിൽ മാത്രമേ അത് ചേർത്തിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൗണ്ട് കേട്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ചിക്കൻ ഫുള്ളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്തൊരു ചിക്കൻ മറ്റേ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഫുൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം. കണ്ടോ, നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രിൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ മറ്റൊരു ചാനലിൽ ഉണ്ട്. ആ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ ചാനൽ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്